നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര ടൂറിസ്റ്റുകൾ വന്ന സ്ഥലം ഏതാണ് എന്നറിയാമോ? നമ്മുടെ ടൂറിസം മന്ത്രി, അദ്ദേഹം ടൂറിസം മന്ത്രി മാത്രമല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയാണ്, മുഹമ്മദ് റിയാസ് തള്ളിമറിച്ച എന്താണെന്ന് അറിയാമോ? കേരളമാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആഭ്യന്തര ടൂറിസ്റ്റുകൾ വന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ, അതായത് അതിന് മുന്നത്തെ വർഷത്തേക്കാൾ കൂടുതൽ ഇരട്ടി ഇവിടെ വന്നതെന്നാണ് തള്ളിമറിച്ചത്. ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നറിയാമോ? അത് ഞാൻ പറയുന്നത് കേൾക്കണ്ട, ഒരുപക്ഷെ നിങ്ങൾക്കൂടി കേട്ടാൽ വിശ്വാസമാവുന്ന ഒരു വ്യക്തിയുണ്ട്, സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. അതെന്തുകൊണ്ടാണെന്ന് ആദ്യം ഇത് കേട്ടതിന് ശേഷം ഞാൻ പറയാം. ഒന്ന് കേട്ട് നോക്കുക. കേരളത്തിൽ ടൂറിസം വളർന്നു എന്നതിന്റെ കണക്കെടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കേരളത്തിലുള്ള ഹോട്ടലുകളിൽ ആരെങ്കിലും മുറി ബുക്ക് ചെയ്താൽ അതൊക്കെ ഒരു ടൂറിസ്റ്റ് ആയിട്ടാണ് കൂട്ടുന്നത്. ബിസിനസ്സിന് വന്നാലും ശരി, ആശുപത്രിയിൽ പോകുന്നതിന് അവിടെ പോയി ഹോസ്പിറ്റലിൽ കിടക്കാൻ പറ്റാത്തതുകൊണ്ട് തൊട്ടടുത്ത് ലോഡ്ജിൽ മുറിയെടുത്താലും ശരി, ഇവനെയൊക്കെ കേരളത്തിന്റെ ടൂറിസത്തിന്റെ കണക്കിൽ ടൂറിസ്റ്റ് ആയിട്ടാണ് കൂട്ടുന്നത്. ഈ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇരട്ടിയായി ടൂറിസം എന്നൊക്കെ പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ വിദേശത്ത് എത്ര പേര് വന്നുവെന്നോ നോർത്ത് ഇന്ത്യയിൽ നിന്ന് എത്ര പേര് വന്നുവെന്നോ കൃത്യമായ ഒരു കണക്ക് നമ്മുടെ കയ്യിലില്ല. കാരണം അങ്ങനെ കണക്കെടുക്കാൻ നിർവാഹമില്ലെന്നാണ് പറയുന്നത്. ഹോട്ടൽ മുറികളിൽ ആര് താമസിച്ചാലും കള്ളു കുടിച്ച് ബോധം പറഞ്ഞ ഒരുത്തിനെ ഹോട്ടൽ മുറി കൊണ്ടേ കിടത്തിയാലും അവനെ ടൂറിസ്റ്റ് ആയിട്ടാണ് നമ്മുടെ കണക്കിൽ ഇപ്പോൾ പെടുന്നത്. എങ്ങനെയുണ്ട്? ഇങ്ങനെയാണ് ഇവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണം എടുക്കുന്നത്. ഞാനോ നിങ്ങളോ ഒക്കെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി മുറി ബുക്ക് ചെയ്ത് അവിടെ ഒരു ദിവസം കിടന്നാൽ പോലും നമ്മളൊക്കെ ടൂറിസ്റ്റുകളാണ്. മനസ്സിലായോ? ഈ നാട്ടിലുള്ളവർ വരെ നമ്മുടെ തന്നെ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ പോയി മുറി ബുക്ക് ചെയ്ത് അവിടെ താമസിച്ചാൽ നമ്മളും ഇവിടെയുള്ള ആഭ്യന്തര ടൂറിസ്റ്റുകളാണ്. ഇതാണ് ഇവർ കണക്കെടുക്കുന്നത്. ഇനി മറ്റ് സംസ്ഥാനത്ത് നിന്ന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വന്നാലും ഒരു വിഭാഗത്തിന് വേണ്ടി വന്നാലും ഒക്കെ ആഭ്യന്തര ടൂറിസ്റ്റുകളായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ഇതാണ് ഇവരുടെ മാനദണ്ഡം. ഈ മാനദണ്ഡം വെച്ചിട്ടാണ് തള്ളി മറിക്കുന്നത്. അത് തള്ളാൻ ഈ മുഹമ്മദ് റിയാസ് മോശമൊന്നുമല്ല, ഫ്ലെക്സും തള്ളും അതാണല്ലോ അദ്ദേഹത്തിൻ്റെ മെയിൻ ഐറ്റം. കഴിഞ്ഞ ദിവസം പുള്ളിയുടെ മറ്റൊരു തള്ള് അടപടലം പൊളിഞ്ഞിട്ടുണ്ട്. വർക്കലയിലുള്ള ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജായിരുന്നു, അത് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് കോഴിക്കോടുള്ളത് വലിച്ചു വാരി കെട്ടേണ്ട വന്നു, അപ്പോൾ അവർ ക്യാപ്സൂളും കൊണ്ടുവന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ശരിക്കും പൊട്ടിപ്പൊളിഞ്ഞു. അവിടെ തള്ളല്ലാതെ മറ്റൊന്നും അയാൾക്ക് അറിഞ്ഞുകൂടാ. ഗഡ്കരി നിർമ്മിച്ചു വെച്ചിരിക്കുന്ന വിശാലമായിട്ടുള്ള ദേശീയപാതയുടെ നടുവിൽ കൂടി മൈക്കും പിടിച്ചുകൊണ്ട് ബബബ അടിച്ചുകൊണ്ട് നടക്കുന്നു. അത് ഷൂട്ട് ചെയ്യുന്നു, BGM ഇടുന്നു, പുള്ളി സോഷ്യൽ മീഡിയ ഇടുന്നു. ഇത് തന്നെ അയാളുടെ പണി. മറ്റ് ഒരു പണിയെ അറിയില്ല. മരുമോൻ, അതായത് മുഖ്യമന്ത്രിയുടെ മരുമോൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന് മന്ത്രി പദവി കിട്ടി. ആ മന്ത്രി പദവി ഇരുന്നുകൊണ്ട് നട്ടാക്കുരുക്കാത്ത കള്ളങ്ങളും ഇതുപോലുള്ള തള്ളുകളും ഫ്ലെക്സ് അടിയും മാത്രമാണ് ഈ മഹാൻ്റെ പണി. ഇത് പറഞ്ഞത് സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. അതെന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നതിന് കൂടുതൽ വിശ്വാസത വരുന്നതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ലോകസഞ്ചാരി ആയതുകൊണ്ട് മാത്രമല്ല, ഇദ്ദേഹം കുറേ കാലം കേരളത്തിലെ പ്ലാനിംഗ് കമ്മീഷൻ ബോർഡിൽ അംഗമായിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇതൊക്കെ പറയാനുള്ള എല്ലാ ആധികാരികതയും കാണും. കാരണം അദ്ദേഹത്തിന് അറിയാമായിരിക്കും ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത്. ആ വ്യക്തിയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. നോക്കൂ, ഇത് കേട്ടിട്ട് കണ്ടിട്ടുമാണ് നമ്മൾ വിചാരിക്കുന്നത് കേരളമാണ് ഏറ്റവും കൂടുതൽ ആഭ്യന്തര ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമെന്ന്. ഈ കമ്മ്യൂണിസ്റ്റുകൾ കള്ളം പറയാനും ഫുഡ് അടിക്കാനും അല്ലാതെ മറ്റൊരു കാര്യത്തിനും അവർ വാദപ്പിടിക്കാറില്ല. ഒന്നുകിൽ ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ കള്ളം പറയാൻ. ഇവരൊക്കെ പറയുന്ന ഇനി ഒരു കാര്യവും ഈ ജനങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇനി തെരഞ്ഞെടുപ്പ് കാലമാണ്, നട്ടാ കുരുക്കാത്ത കള്ളവുമായിട്ട് വരുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടെ ഓർമ്മിച്ചുകൊള്ളട്ടെ, ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് തോമസ് ഐസക്കാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ കാപട്യക്കാരൻ, അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുന്നതിൽ മുൻപിൽ എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് VS സുനിൽകുമാറിനെ പറ്റി അറിഞ്ഞപ്പോൾ അയാളാണ് ഏറ്റവും അതിലും വലിയ ഉടായ്പ് എന്ന് മനസ്സിലായത്. പക്ഷേ ഇവർ രണ്ടുപേരുമല്ല വലിയ ഉടായ്പ്. യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസാണ്. ഇവരെ രണ്ടുപേരെയും വിറ്റ കാശും പോക്കറ്റിട്ടുകൊണ്ട് നടക്കുന്ന മനുഷ്യനാണ് മുഹമ്മദ് റിയാസ്. ഇനി അടുത്ത എന്ത് തട്ടിപ്പും കൊണ്ടാണോ വരുന്നത് എന്ന് ദൈവത്തിനറിയാം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.